നമ്മുടെ കുരുവട്ടൂരി തരീക്കത്തിൻ്റെ ആളുകൾ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പറ്റ മോശമായിക്കൊണ്ടിരിക്കുക. വളരെ വളരെ ദുഷിച്ചു നാറുന്ന പ്രവർത്തനങ്ങളാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ ഓരോന്നിനെയും ന്യായീകരിച്ചുകൊണ്ട് ഇബിലീസിനെ വരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇബിലീസിനെ ഇവിടെ മുസ്ലിമാക്കാൻ പറ്റുന്ന ആളുണ്ട്. ഇവിടെ ഔലിയാക്കളെ കൂട്ടത്തിൽ CM വലിയുള്ളാക്ക് അതിന് കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇല്ലാത്ത ഉടായ്പകൾ മനുഷ്യന്മാരുടെ ഇടയിൽ ഇട്ടുകൊടുത്തുകാണ്ട് ഓരോ കവലയിലും വന്നുകാണ്ട് ഈറ്റങ്ങൾ ഇങ്ങനെ കള്ളുടിയന്മാരതിരി ഒരു മൂല്യന്മാരാണെന്നുള്ള അടാ പോടാന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിനെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തോന്നിയാസമാണ് ഈ നൗസാദും സമതും കുഞ്ഞാമതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ പോലെ തൊള്ളോണ്ടെന്നറിയാം. ഇവരെ ബോധം ഇതൊക്കെ ഒരു വലിയ രസമാണ് കേൾക്കണത്. ഇതൊക്കെ കേട്ട് കേട്ട് മനുഷ്യന് മടുത്താണ്. ഒരു സ്ഥലത്ത് പോയൊരു പരിപാടി വെച്ചത് പിന്നെ എന്തിനാ അങ്ങനെ പിന്നെ അങ്ങോട്ട് വരുന്നത്? ഇതൊക്കെ എല്ലാവർക്കും ഇവരെല്ലാ വഞ്ചനയും എല്ലാം എല്ലാവർക്കും തിരിയല്ല. ഇപ്പോൾ തിരിയാത്ത കേട് ആർക്കും ഇല്ല. എന്നിട്ട് ഓരോ സ്ഥലത്ത് പരിപാടി വെച്ചിട്ട് പിന്നെയും അവിടെ തന്നെ വെക്കുക. എന്നിട്ട് തന്നെ പറയണം മറ്റുള്ളവരെ ഈബത്തും നമീമത്തും. എന്ത് പറ്റിപ്പോയി ഇവർക്കൊക്കെ? വളരെ മോശമായിട്ട് തോന്നുക. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. കള്ള് കുടിച്ച് മസ്തായവരെ പോലെ ഇവരെ തൊള്ളി കൂടെ വരുന്ന ഓരോ വാക്കുകൾ വെക്കുന്നു. എടാ പോടാ. ആരെ പറയണ നോക്കണം. വലിയ വലിയ ഉസ്താദുമാരെ പണ്ഡിതന്മാരെ പറ്റി തെറി പറയാനായിട്ട് നാവ് ഉപയോഗിക്കുക. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും സാധാരണക്കാരാണ് എന്നല്ല, ഇവർ വലിയ മൂല്യന്മാരാണ്, വലിയ ഔലിയാക്കന്മാരാണെന്ന് പറയണത്. ഏതോ ഒരു ചങ്ങായിനെ വെളിച്ചപ്പാട് ഇളക്കിയിട്ടുണ്ടാണ് ഇയാളുണ്ട് ഔലിയാക്കി വെച്ചേക്ക്. എന്നിട്ടുള്ള ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കൂടെ അങ്ങനെ വിടുക. എന്നിട്ട് ഈ കുരുവട്ടൂർ ഷെയ്ഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവനെ ആണ് പുകഴ്ത്തി പറയുക. ഏതോ ഒരു ചങ്ങായിനെ, ചെറിയൊരു ചെക്കനാണ്, ഓനെ പറ്റിയാണ് ഇപ്പം എന്ത് പറയണത്, വലിയ ഔലിയാണ്, ഇതാണ് ഖുർആൻ ഉമ്മാൻ്റെ വയറ്റിൽ തന്നെ ഖുർആൻ മനപ്പാടാക്കിയാണ്. തള്ളണേനൊരു ഒരു പരിധി ഈ ചങ്ങായിമാർക്കില്ല. കള്ളുടിയന്മാർ അതിന് സംസാരിക്കൽ തന്നെ എടാ പോടാ അങ്ങനെ മറ്റവനെ മറച്ചവനാണിട്ട്. ഒന്നിനും ഒരു കാര്യബോധമുള്ള തലകെട്ടിനെങ്കിലും ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് തോന്നിക്കേണ്ട ആൾക്കാർക്ക്. പഠിച്ചവനെ ഏതായാലും പടപ്പുകളെ പേടിക്കണ്ടെന്ന് ചോദിക്കലുണ്ട്. ഇവർ എന്താണ് മറ്റേ ജാവിയത്ത് സൂഫിയ മറ്റുള്ളത് സർവമത സത്യവാദത്തിൻ്റെ ആൾക്കാരെ കുറേ കൊണ്ടുവന്ന് ഇപ്പം മറ്റേ മുസ്തഫ മൗലവി പറഞ്ഞ യുക്തിവാദിനെ കൊണ്ടുവന്ന്. എന്നിട്ട് ഈ യുക്തിവാദിനെ ഇന്ന് ഇസ്ലാമിലേക്ക് ഈ മുസ്തഫനെ എന്താക്കിയിട്ടില്ല, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവരാണോ? ഇബിലീസിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഔലിയായിട്ട് മാറിയത്. ഇബിലീസിനെ മുസ്ലിം ആക്കാൻ കഴിയുന്ന ആളാണെന്ന് പറയുന്ന ഇവരുണ്ടല്ലോ, ഈ മുസ്തഫൻ എന്താണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ?